ഓണർ പാഡ് 10 ഓണർ പാഡ് 10ൻ്റെ അകത്തുള്ള ഒരു ഫീച്ചറാണ് പരിചയപ്പെടുത്താൻ പോണത്. ഓണർ പാഡ് 10ൻ്റെ അത് സിം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഓൺലി വൈഫൈ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ടുള്ള വൈഫൈ ഷെയർ ചെയ്യുന്ന ഒരു ഫീച്ചറാണ് കേട്ടോ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത്. ഈ കണക്ട് ചെയ്ത വൈഫൈ നിങ്ങളിൽ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, മൊബൈൽ ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലോട്ടൊക്കെ ഈ പാഡിൻ്റെ അകത്തുള്ള കണക്ട് ചെയ്ത വൈഫൈ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ടാബ്ലറ്റിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. ഇവിടെ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ഇത് ടേൺ ഓൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ട്സ്പോട്ടിൻ്റെ നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും. നിലവിൽ ഓണർ പാഡ് 10 എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഹോട്ട്സ്പോട്ടിൻ്റെ നെയിം ചേഞ്ച് ചെയ്തതിനു ശേഷം ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്താൽ ആ നെയിം ചേഞ്ച് ആവുന്നതാണ്. അതുപോലെ പാസ്വേഡ് ഉണ്ട്, ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തതിനു ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് പാസ്വേഡ് ചേഞ്ച് ആക്കാവുന്നതാണ്. ഇത് വരുന്നത് സ്കാൻ ടു കണക്ട് എന്നുള്ളതാണ്. ഇത് QR കോഡാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യാം? ഞാൻ എടുത്തിരിക്കുന്നത് ഓണർ X90 എന്ന ഫോണാണ്. അപ്പോൾ ഈ ഫോണിൽ വൈഫൈ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ QR കോഡ് ഉപയോഗിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് സ്കാൻ ടു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ QR കോഡ് എടുക്കുക. നമ്മളെ ഫോണിൽ ഓണർ X90 അല്ലെങ്കിൽ ഓണറിൻ്റെ ഏത് ഫോണായാലും അല്ലെങ്കിൽ മറ്റുള്ള ഏത് ഡിവൈസ് ആയാലും ആ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. അതിനുശേഷം വൈഫൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന വൈഫൈ എന്നുള്ള ഇത് ഓണായി കൊടുക്കുക. മുകളിൽ കാണുന്ന ആ ഒരു സ്കാനർ ക്ലിക്ക് ചെയ്യുക. സ്കാനർ ഓപ്പൺ ആയിക്കണം. അതിനുശേഷം ഈ QR കോഡ് നമുക്ക് നമ്മളത് മൊബൈൽ ഫോൺ അതുപോലെ പിടിക്കുക. അതുപോലെ കണക്ട് എന്നുള്ളത് കാണിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു പാഡിൻ്റെ അകത്തുള്ള വൈഫൈ നമ്മളെ ഫോണിൽ കണക്റ്റ് ആവുന്നതാണ്. ഓക്കെ, നമുക്ക് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തൊരു മോർ ഓപ്ഷൻ സെറ്റിങ്സും കൂടി ഉണ്ട്. ഈ പേഴ്സണൽ ഹോട്ട്സ്പോട്ടിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പുതുതായിട്ട് വന്ന ഒരു സംഭവം ഇതിൻ്റെ അകത്തുണ്ട്. വൈഫൈ പ്രോട്ടോകോൾ വേർഷൻ എന്ന് പറഞ്ഞാണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്താൽ മുൻപേ ഉള്ളത് വൈഫൈ 5 ജനറേഷനാണ്. ഇത് 6 ജനറേഷനാണ് വന്നിട്ടുള്ളത്. വൈഫൈ 6 ആണ്. അപ്പോൾ ഇതിൽ ടിക്ക് ഇടുക, നല്ല ഫാസ്റ്റ് ആയിരിക്കും. ഇത് വൈഫൈ 6 മിക്ക ഫോണുകളിലും ഉണ്ടാവാറില്ല. മിക്ക ഫോണുകളിലും ഇതാണ് വരുന്നത്. 5G വൈഫൈ മോഡത്തിൻ്റെ ഒക്കെയാണ് ഈ കാണിക്കുന്നത്. ഇത് വൈഫൈ 6 ആണ് വരുന്നത്. അപ്പോൾ 6 ഓൺ ആക്കിയിടുമ്പോൾ നിങ്ങളുടെ ഡിവൈസിൽ അത് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പോൾ അത് ശരിക്കും ചെക്ക് ചെയ്യുന്ന സ്ഥലം ഇപ്പോൾ വൈഫൈ നമ്മുടെ ഫോണിലുള്ളത് എടുക്കുക. കണക്ട് ചെയ്ത വൈഫൈ എടുത്തതിന് ശേഷം കണക്ട് ചെയ്ത വൈഫൈ ഉണ്ടല്ലോ അതുമ്മ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇങ്ങനെ കാണിക്കും. താഴത്ത് കാണിക്കുന്നെങ്കിൽ വൈഫൈ ടൈപ്പ് വൈഫൈ 6 ആണെന്ന് കാണിക്കും. വൈഫൈ 6 ആണെങ്കിൽ നല്ല സ്പീഡായിരിക്കും. വൈഫൈ 5Gനെക്കാട്ടിയും നല്ല സ്പീഡ് കൂടുതലായിരിക്കും വൈഫൈ 6ന്. അതുപോലെ തന്നെ നിങ്ങൾക്ക് AB ബാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വൈഫൈ 5 GHz അങ്ങനെ ചെയ്തതിന് ഫാസ്റ്റ് നെറ്റ്വർക്ക് സ്പീഡ് എന്നാണ്. മുകളിലുള്ളത് 4G ആണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു 4G സ്പീഡിലായിരിക്കും നിങ്ങൾക്ക് ഹോട്ട്സ്പോട്ട് സ്പീഡ് കിട്ടുക. ഇതിലിടുകയാണ് ബെറ്റർ. ഹോട്ട്സ്പോട്ട് നല്ല സ്പീഡിലായിരിക്കും വരിക. പിന്നെ വരുന്നത് ഡ്യൂറേഷനാണ് വരുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ഒരു ടൈമിന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഹോട്ട്സ്പോട്ട് ചിലപ്പോൾ കട്ടാവും. 60 മിനിറ്റ് 1 മണിക്കൂറിൽ ഇട്ടാൽ 1 മണിക്കൂറോ കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് കട്ടാവും. നവർ ക്ലിക്ക് ചെയ്താൽ നവറിൽ ഇത് തീരെ ഓഫ് ആവാതെ അങ്ങനെ നിൽക്കും. അപ്പോൾ നവറിൽ അട്ടച്ചിന്
പിന്നെ സെക്യൂരിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് സെക്യൂരിറ്റി പേഴ്സണൽ ഹോട്ട്സ്പോട്ടാണ്. ഇത് ഈ 3 ഓപ്ഷനും പാസ്വേഡ് കൊടുത്തിട്ടുള്ളതാണ്. ഈ താഴത്തുള്ളത് പാസ്വേഡ് ഇല്ലാത്ത വൈഫൈ ആണ്. ഇതിൽ ടിക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫോണ് വൈഫൈൻ്റെ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്താൽ അറിയാൻ പറ്റും. ഇവിടെ വരും ഓപ്പൺ വൈഫൈ എന്നുള്ളത്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഫോർഗേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഓപ്പൺ അവൈലബിൾ എന്ന് പറഞ്ഞ് കണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഒരു വൈഫൈ കണക്റ്റ് ആവും. ഇതിൽ ഇട്ട് വെച്ചാൽ താഴെയുള്ളതിൽ ഇട്ട് ആണ് അങ്ങനെ ആവുന്നത്. മുകളിലുള്ള എല്ലാം ടച്ച് കഴിഞ്ഞാൽ വൈഫൈൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി വൈഫൈൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ഇനി ഇവിടെ കാണിക്കും വൈഫൈൻ്റെ പാസ്വേഡ് കൊടുത്താലേ കണക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മളെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.